ആക്ച്വലി ധ്യാനെ കണ്ടപ്പോ ചോദിക്കാൻ വേണ്ടി ഓർത്താ. ഞാൻ വെച്ച് ഇപ്പോഴേ CM വല്ല നിവേദനം എന്റെ വീടിന്റെ ഇവിടെ വെള്ളം. വാട്ട് ഈസ് ധ്യാൻ ശ്രീനിവാസൻസ് നെറ്റ് വർത്ത്? ഓഫ് കോഴ്സ് ധ്യാൻ എഴുതുമ്പോ താഴെ വരുമല്ലോ ഇത്. അല്ല അതിപ്പോ എനിക്ക് ഇലക്ഷൻ നിൽക്കുന്നുണ്ടേ. ഈസ് ധ്യാൻ ശ്രീനിവാസൻ എ പാർട്ട് ഓഫ് ഇല്ലുമിനാറ്റി? അമ്മയിലെ മെമ്പറാണ്. ഏകദേശം ഇലുമിനാറ്റി പോലെയാണ്. വൈ ഈസ് ധ്യാൻ ശ്രീനിവാസൻ സോ പോപ്പുലർ? അത് അറിയാത്തവൻ എന്തിനാണ് അതൊക്കെ ടൈപ്പ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു അത് വല്ല അമേരിക്കന്നോ അല്ല ജർമ്മനി. വാട്ട് വാസ് ദ സാലറി ഓഫ് ധ്യാൻ ശ്രീനിവാസൻ ഫോർ വൺ മൂവി? അതും കൂടെ പറയണം ഞാനിപ്പോ. ഞാനൊരു 10 പടത്തിന് മേടിക്കണത്. സത്യം പറഞ്ഞ ഒരു ഫിക്സഡ് സാലറിയിൽ ഞാൻ ഇന്നേ വരെ വർക്ക് ചെയ്തിട്ടില്ല. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഓരോരോ സിനിമകൾക്ക് നമ്മുടെ ബന്ധുക്കളുടെയും പേരിലെ സാലറി. ആക്ച്വലി ശരിക്കും ഒരു ഈ മോസ്റ്റ് സെർച്ച്ഡ് ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട്. ഇത് കഴിഞ്ഞ ഇന്റർവ്യൂവിന് ആക്ച്വലി ധ്യാനെ കണ്ടപ്പോ ചോദിക്കാൻ വേണ്ടി ഓർത്താ. ഞാൻ വെച്ച് ഇപ്പോഴേ CM വല്ല നിവേദനം എന്റെ വീടിന്റെ ഇവിടെ വെള്ളം. 4 വർഷം കഴിഞ്ഞ് CM ആകുമ്പോൾ ഇത്തരം കാര്യങ്ങളൊന്ന് പരിഗണിക്കുവാണ്. അപ്പൊ ജസ്റ്റ് നിങ്ങൾക്ക് ഇൻട്രസ്റ്റിംഗ് പരിപാടിയായിരിക്കും. ആ ഉത്തരങ്ങൾ കേൾക്കാം. റെഡി? അതായത് മോസ്റ്റ് സെർച്ച്ഡ് ക്വസ്റ്റ്യൻസ് ആണത്. ഇത് ധ്യാനെ പറ്റി ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്ത ക്വസ്റ്റ്യൻസ് ആണ്. ഒരിക്കലും ആയിരിക്കില്ല. ഗൂഗിളിൽ നിന്ന് എടുത്ത പ്രിന്റ് ആണ്. ഇത് തന്നെ. വാട്ട് ഈസ് ധ്യാൻ ശ്രീനിവാസൻസ് നെറ്റ് വർത്ത്? ഓഫ് കോഴ്സ് ധ്യാൻ എഴുതുമ്പോ താഴെ വരുമല്ലോ ഇതൊക്കെ തീർച്ചയായിട്ടും. അല്ല അതിപ്പോ എനിക്ക് ഇലക്ഷൻ നിൽക്കുന്നുണ്ടേ. അതൊരു പ്രശ്നമാണ് അല്ലേ? കാരണം അത് ഇതുമായിട്ട് ഭയങ്കര കണക്ഷൻ അല്ലേ? നെറ്റ്വർത്ത് ഒരു ഉണ്ട്. അത്യാവശ്യം കറപ്ഷൻ ഇല്ലാതെ എനിക്ക് ആവശ്യമില്ല ജനങ്ങളുടെ. കൂടുതൽ പൈസ ആവശ്യമില്ല. ഇനിയിപ്പോ ഓക്കെയാണ്, സെറ്റാണ് ഓൾറെഡി. ഓക്കെ. ഈസ് ധ്യാൻ ശ്രീനിവാസൻ എ പാർട്ട് ഓഫ് ഇല്ലുമിനാറ്റി? അതെന്തെന്ന് പോലും എനിക്കറിയില്ല. അതെന്താണ് എനിക്ക് ആക്ച്വലി എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ സെർച്ച് ചെയ്ത്? ഓറ ഉണ്ടായിരിക്കും. ഓറ ഉണ്ട്, സത്യം. ഓറയുള്ള ആൾക്കാർ ഇലുമിനാറ്റിന്റെ ഭാഗം. അല്ല ഇലുമിനാറ്റി എന്ന് പറയുന്നത് എന്താ? സെർച്ചിലെ ക്വസ്റ്റ്യൻസ് എനിക്കറിയില്ല. അല്ല ഇലുമിനാറ്റി വിളിച്ചിരുന്നു. പക്ഷേ ഈ ലോകത്ത് കാണാതെ നമ്മളൊക്കെ നിയന്ത്രിക്കുന്ന ഒരു ടീം. അതിലെ മെമ്പറാണോ എന്ന് ചോദിച്ചു. ഒരു മെമ്പർ ഇപ്പൊ ആകാമെന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയിലെ മെമ്പറാണ്. ഏകദേശം ഇലുമിനാറ്റി പോലെയാണ്. റെഡി? വൈ ഈസ് ധ്യാൻ ശ്രീനിവാസൻ സോ പോപ്പുലർ? അത് അറിയാത്തവൻ എന്തിനാണ് അതൊക്കെ ടൈപ്പ് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ടോ? എനിക്ക് തോന്നുന്നു അത് വല്ല അമേരിക്കന്നോ അല്ല ജർമ്മനി. ക്രൗഡിന്റെ ഒരാളും ചോദിക്കില്ല, ഇങ്ങനെ ചോദിക്കില്ല. ഓക്കെ. വാട്ട് ഈസ് അല്ലെങ്കിൽ വിച്ച് ഈസ് എന്നാക്കാം ധ്യാൻ ശ്രീനിവാസൻസ് മോസ്റ്റ് എക്സ്പെൻസീവ് കാർ? കാറോ? BMന്റെ കാറ് അതായിരിക്കും. പൈസ ഇരുന്നോ? അല്ല X6 ആയിരിക്കും. അതാണ്. ഓക്കെ. അടുത്ത എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ? വാട്ട് ഈസ് ധ്യാൻ ശ്രീനിവാസൻ സ്കിൻ സീക്രട്ട്? ഞാൻ മഴയെ കുളിച്ച് ഒന്നും ചെയ്യില്ല. മുഖം ഒന്ന് കഴുകിയോ 2 സ്കിൻ സീക്രട്ടോ? അത് ഇതൊക്കെ അളിയൻ ഒരിക്കലും ഇല്ല. സ്കിന്നിന് സീക്രട്ട് ഉണ്ടെന്നോ? ഇതൊക്കെ ഓർഗാനിക് നാച്ചുറൽ ആണ്. ഡയറ്റ് എടുത്തോണ്ടിരുന്നപ്പോ ഓക്കെ ആയിരുന്നു. മറ്റേ വയനാട് വെച്ച് നമ്മൾ കണ്ടപ്പോ ഞാൻ ഇന്നേ വരെ ജിമ്മിലിരുന്ന് ഇന്റർവ്യൂ എടുത്തിട്ടുണ്ട് നമ്മൾ. അതെ നമ്മളൊക്കെ എന്താ പറയണ്ടേ, അങ്ങനെ ഒരു സെൽഫ് സാനിറ്റി ഇല്ല, വൃത്തിയില്ലായില്ല ചെയ്യും. പക്ഷെ അങ്ങനെ പ്രത്യേകിച്ച് ഇത്തരം കാര്യങ്ങളോട് എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ അവിടെ ഫേസ് വാഷ് ഒക്കെ ഉണ്ടെങ്കിൽ തേച്ച് മുഖത്തേക്കും അല്ലാതെ വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. പിന്നെ എല്ലാം നാച്ചുറലി അല്ലേ? വാട്ട് വാസ് ദ സാലറി ഓഫ് ധ്യാൻ ശ്രീനിവാസൻ ഫോർ വൺ മൂവിയോ? ഒരു മൂവിയുടെ ആവറേജ് സാലറി എത്രയാന്നൊക്കെയാണ് ചോദിക്കുന്നത്. അതും കൂടെ പറയണം ഞാനിപ്പോ. ഞാനൊരു 10 പടത്തിന് മേടിക്കണത്. സത്യം പറഞ്ഞ ഒരു ഫിക്സഡ് സാലറിയിൽ ഞാൻ ഇന്നേ വരെ വർക്ക് ചെയ്തിട്ടില്ല എന്നുള്ളതാണ്. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് ഞാൻ ഓരോരോ സിനിമകൾക്ക് നമ്മുടെ ബന്ധുക്കളുടെയും പേരിലെ സാലറി. ആക്ച്വലി
കാര്യം പറഞ്ഞു. അത് ഞാൻ എല്ലായിടത്തും ചോദിക്കട്ടെ, ഇപ്പൊ നമ്മൾ അല്ല ഇതൊരു ഇതൊക്കെ ഫിക്സഡാ, ഫിക്സഡ് ആണ് അല്ലേ? കിട്ടൂല. ഈ പടത്തിൽ മാത്രമേ തന്നിട്ടുള്ളൂ നല്ലൊരു സാലറി കിട്ടാറില്ല. ഇപ്പൊ ചില നമ്മളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വരും. ഇപ്പൊ പടം ചിലപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ അത്ര നമുക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാവണമെന്നില്ല, സാലറി ചിലപ്പോൾ കുറവായിരിക്കും, പക്ഷെ ബന്ധങ്ങൾ കൊണ്ട് സിനിമ ഓക്കെ എന്ന് പറയേണ്ട സിറ്റുവേഷൻസ് ഉണ്ടായിട്ടുണ്ട്. ഈ പടം ഞാൻ അങ്ങനെ ചെയ്തു. ഓക്കെ. ബ്ലസ്സൻ ചേട്ടൻ ഡയറക്ടർ എൻ്റെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു. അങ്ങനെയാണ് ഞാൻ സാലറി പോലും ചോദിക്കാതെയാണ് ശരി ഞാൻ ഓക്കെ ആണ് എന്ന് പറഞ്ഞത്. ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ എന്ത് തോന്നുന്നു? ഡിസിഷൻ ഇസ് ഹാപ്പി. വെരി ഗുഡ്. സാലറി ഇല്ലായിരുന്നു ഇല്ല കേട്ടോ. ആണ്. ഓക്കെ. ഞാൻ ഈ പടം എങ്ങനെയാ ചെയ്തത്? പ്രക്ഷോഭേട്ടന് വേണ്ടിയിട്ട് പ്രക്ഷോഭേട്ടൻ വിളിച്ചു. പക്ഷെ പ്രക്ഷോഭേട്ടൻ നിനക്കൊരു ട്രിപ്പിന് പോലുള്ള പൈസ ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ചു. തലേന്ന് വന്ന് അഭിനയിച്ചു. അടിപൊളി, സൂപ്പർ. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ? എന്തുകൊണ്ട്? നല്ല ക്വസ്റ്റ്യൻ. ആശാൻ പറഞ്ഞാൽ അടുത്ത് വെയിറ്റിരിക്കുന്ന ആൾക്കാർക്ക് അല്ലേ അതൊരു ഇവിടെ തുടങ്ങിക്കൂടെ? ഇതിനകത്ത് അങ്ങനെയൊന്നുമില്ല. ചോദ്യം തരുന്നോടെ പറയാം. നിങ്ങളുടെ കാഴ്ചപ്പാടിൽ കല്യാണം കഴിക്കണോ അതോ വേണ്ടയോ? ഇതാണ് ആ കാഴ്ചപ്പാട് മാത്രം. കഴിക്കണം എന്നുള്ളതാണ് എൻ്റെ കാഴ്ചപ്പാട്. പക്ഷെ കഴിച്ചു കഴിഞ്ഞാൽ കഴിക്കേണ്ടതെന്നുള്ളൊരു കാഴ്ചപ്പാടുണ്ട്. പിന്നെ കഴിക്കണ്ടെന്ന് തോന്നും, പിന്നെ കുറച്ചു നേരം കഴിയുമ്പോൾ തോന്നും കഴിക്കണം എന്ന് തോന്നും. അതാ ഞാൻ പറഞ്ഞത്, ആദ്യത്തെ കഴിക്കണം എന്ന് തോന്നും, പിന്നെ കുറച്ച് കഴിയുമ്പോ കഴിക്കണ്ട തോന്നും. അങ്ങനെ ഒരു വളരെ സങ്കീർണമായിട്ടുള്ള അവസ്ഥയാണിത്. മനസ്സിലായില്ലേ? കഴിച്ചവരോട് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും ചില ദിവസങ്ങളിൽ തോന്നും കഴിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നും, ജനിക്കേണ്ടിയിരുന്നില്ല എന്ന് തോന്നിപ്പോകും. ആ ദിവസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എന്തിനാണ് ജനിച്ചതെന്ന് തോന്നിപ്പോകും. കല്യാണം അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ട്. എന്തിനാണ് ജനിച്ചതെന്ന് തോന്നിപ്പോയി. ഒരവസരം പറയുവാണെങ്കിലും ഒരു സിറ്റുവേഷൻ അതൊക്കെ ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി എന്താ പറയാനിരിക്കുന്നത്? അത് വളരെ സങ്കീർണമായ ഇതിലെ കാര്യങ്ങളിലൂടെയാണ് ഇപ്പൊ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വർഷം കുറച്ചായി. അപ്പോ എനിക്കതാ പറയാനുള്ളത്. ദിവസങ്ങളാണ്, ഓരോ ദിവസങ്ങൾ അനുസരിച്ചിരിക്കും. അത് മാറി മറഞ്ഞു ഇരിക്കും എന്നുള്ളതാണ് സത്യാവസ്ഥ. അത് സത്യമാണ്, വളരെ സത്യമുള്ള കാര്യമാണ്. പക്ഷെ ഞാൻ പൊതുവേ ഞാൻ പറയും കഴിക്കണം. കാരണം ഒരു മനുഷ്യൻ ഇവോൾവ് ആവുന്നത് ആസ് എ മാൻ ഇവോൾവ് ആവുന്നത് ഇത്തരത്തിലുള്ള സങ്കീർണമായ ചിത്രങ്ങളിലൂടെയാണല്ലോ മനുഷ്യന് നല്ല കാര്യം എന്തോ പറയാൻ വേണ്ടി അത്തരത്തിലുള്ള അതൊരു വലിയ രീതിയിലുള്ള നമ്മുടെ മനുഷ്യൻ എന്നുള്ള രീതിയിൽ നമ്മളെ പാകപ്പെടുത്തും പല കാര്യങ്ങളും. നമ്മൾ എഡ്യൂക്കേഷൻ എത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ് ഇതിനെ കുറിച്ചൊക്കെ പറയുന്നത് പോലെ കുടുംബജീവിതം നമ്മളെ ഒരു പല പ്രശ്നങ്ങൾ സങ്കീർണ കുറെ ഉപയോഗിക്കുന്നു. അതുകൊണ്ട് പറയാ എന്ത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന മച്ചുവർ ആയിട്ടുള്ള എന്തും നമ്മളിപ്പോ നമുക്ക് പുറത്ത് പല പ്രശ്നങ്ങളുണ്ടാവും, ജോലി പ്രശ്നങ്ങൾ, ബാക്കിയുള്ള കാര്യങ്ങൾ. അതൊക്കെ ഈ പ്രശ്നത്തിന് വെച്ച് നോക്കുമ്പോൾ ഒന്നുമല്ലാതെ തോന്നും. ഓക്കെ, അപ്പൊ ഇതാവും എല്ലാം പ്രശ്നമായ എന്ന് വെച്ചിട്ട് ചില ദിവസങ്ങളിൽ നമുക്ക് തോന്നും കുടുംബം, മക്കൾ, എന്തൊരു ശരി. ഇപ്പൊ ഞാന് ഇപ്പൊ തന്നെ ഞാൻ ഇത് യാത്ര, ഞാൻ പുറത്തൊരു ലാലേട്ടൻ്റെ ഒരു ട്രിപ്പിന് പോയിട്ട് യാത്ര അയർലൻഡിൽ ഞാൻ വരിക. എൻ്റെ കയ്യിൽ ഒരു പെട്ടിയേ ഉള്ളൂ. ഒരു പെട്ടി എന്ന് വെച്ചാൽ ഞാൻ കുറെ ബാഗൊക്കെ ആയിട്ട് ട്രാവൽ ചെയ്യാൻ ആളാ പൊതുവെ. അങ്ങനെ ഞാൻ മകൾക്ക് വേണ്ടിയിട്ട് കുറച്ച് കളിപ്പാട്ടൊക്കെ വാങ്ങാം എന്നുള്ള രീതിയിൽ ഒരു കടയിൽ കയറിയതാ. ഒരു കടയിൽ കയറി ഇവള് കട മൊത്തം അവള് വാങ്ങിച്ചു. കട മൊത്തം വാങ്ങിച്ചിട്ട് അപ്പം ഞാൻ എനിക്ക് ഇടാനുള്ള തുണിയൊക്കെ സ്വാഭാവികമായിട്ട് ഒറ്റപ്പെട്ടിയില്ലേ ഉള്ളൂ. അപ്പം ഞാൻ തിരിച്ച് പിന്നെ അതിനുശേഷം എനിക്ക് 2 പരിപാടി ഉണ്ട്. അപ്പം ഞാൻ ഈ പെട്ടിയിൽ ഇത് കൊള്ളുന്നില്ല. രണ്ടാമത്തെ ഒരു പെട്ടി വാങ്ങിക്കാനുള്ള പ്രശ്നമുണ്ട്. എനിക്ക് കുറെ പെട്ടി ക്യാരി ചെയ്യാനുള്ള മടിയുണ്ട്. അവസാനം ഞാൻ ഈ ഡ്രസ്സുകളെല്ലാം തന്നെ ഉപേക്ഷിച്ചു ഈ ചോയ്സ് വെക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഡ്രസ്സും അവിടെ ഉപേക്ഷിച്ചു. അവസാനത്തെ പരിപാടി കിട്ട ഡ്രസ്സ്, ശരിക്കും ഒരു പരിപാടി ഉണ്ടായിരുന്നു അവിടെ. ആ പരിപാടി കിട്ടുന്ന ഡ്രസ്സായിരുന്നു ഞാൻ ഒരു 5-6 ദിവസമായിട്ട് ഇട്ടുകൊണ്ടിരുന്നത്. കാരണം ഞാൻ വേറൊരു സ്ഥലത്തുനിന്ന് വേറൊരു സ്ഥലത്തേക്ക് ട്രാവൽ ചെയ്തിട്ടാണ് ഈ പരിപാടിക്ക് വേണ്ടി വന്നത്. അപ്പൊ ഈ വലിയ പെട്ടിയാണത്. ഇതിൽ കൂടുതൽ വലിയ പെട്ടി കയറി ചെയ്യാൻ പറ്റില്ല. അത്രയും വലിയ പെട്ടി മുഴുവൻ ഇവിടെ കളിപ്പാടായി. അതിനുശേഷം അവൾ എന്നോട് പരാതി പറഞ്ഞു വെച്ചാൽ ഇതൊക്കെ ചെറിയ കാര്യങ്ങളാണ്. അവള് മകള് പറയാം, ഇതൊരു കടയിൽ കയറി എന്നോട് വേറെന്തോ സാധനം അടത്തിന്റെ സാധനം അയച്ചു തന്നിട്ട് പറഞ്ഞു ഇത് വാങ്ങിക്കണം എന്ന് പറഞ്ഞു. ഞാൻ എന്റെ പെട്ടിയിൽ ഇനി സ്ഥലമില്ല. അവൾ
കരച്ചിൽ വന്നിട്ട് എന്നോട് പറഞ്ഞിട്ട് പറഞ്ഞു നിങ്ങൾക്ക് എന്നോട് സ്നേഹമില്ല, നിങ്ങൾ എന്ത് അച്ഛനാണ്, അതാണ്. ഞാൻ പറഞ്ഞു എനിക്ക് തുണി പോലും ഇടാനില്ല, ഞാൻ തോർത്തെടുത്തിട്ട് അച്ഛനാ ഞാൻ. പക്ഷെ ചില കാര്യങ്ങൾ ഇതൊക്കെ ഇപ്പൊ എനിക്ക് അച്ഛനാകുമ്പോ എന്റെ അച്ഛൻ എന്തൊക്കെ അനുഭവിച്ചിരുന്നു എന്നുള്ളത് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ നമ്മള് ശരിക്കും നമ്മളെ മാതാപിതാക്കളെ നമ്മൾ എന്തൊക്കെ രീതിയിൽ ഇത് ചെയ്തിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് തിരിച്ചടിക്കും. തിരിച്ച് എപ്പോഴും പറയുന്ന ഒരു കാര്യം, കഴിഞ്ഞ ജന്മത്തിലെ ശത്രുവാണ് മകനോ മകളോ ആയിട്ട് ജനിക്കുക എന്ന് പറയുന്ന നമ്മളൊരു പഴഞ്ചൊല്ലി കേട്ടിട്ടില്ലേ? അത് സത്യമാണ്. എന്നെ എന്നിട്ട് ഈ ടോയ്സ് വാങ്ങിച്ച ദിവസം എന്നോട് പറഞ്ഞു ഐ മിസ് യു എന്ന്. ഇത് സ്നേഹം കൂട്ടിയില്ലേ? ഈ മറ്റേ എന്തോ ഒരു ഇതേപോലെ ഒരു 10 രൂപയുടെ ചെറിയൊരു സാധനം വാങ്ങിക്കാതെ ഞാൻ പറഞ്ഞു അത് സ്ഥലമില്ല, I hate you. You are the best father. Money can make happiness. അങ്ങനെ ഞാൻ പറഞ്ഞു ഇത് മകളുടെ കാര്യം. ഹരിയുടെ കാര്യം പിന്നെ പറയാ